ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ജനുവരി 10 വെള്ളിയാഴ്ച തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളിൽ വിശുദ്ധ മത്തായിയും മാർക്കോസും ലൂക്കായും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതങ്ങളിലൊന്നാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന അത്ഭുതം. ഈ സൗഖ്യം നടക്കുന്നത് പട്ടണത്തിൽ യേശു ആയിരിക്കുമ്പോഴാണ്. അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് കുഷ്ഠരോഗികൾ കാണപ്പെടാത്ത ഒരു ഇടമാണ് ആൾക്കൂട്ടങ്ങളുണ്ടാകുന്ന പട്ടണങ്ങൾ. എന്നാൽ അവിടെ ഒരു കുഷ്ഠരോഗി കടന്നു വരണമെങ്കിൽ യേശുവിനെ കുറിച്ച് കേട്ട് അവനിലുള്ള അതീവ വിശ്വാസമാണ് അവനെ അവിടേക്ക് നയിച്ചത്. ആ കുഷ്ഠരോഗി ഈശോയുടെ അരികിൽ വന്ന് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ശക്തമായ വിശ്വാസം അവനുണ്ടായിരുന്നു. അതുതന്നെയാണ് അവൻ്റെ പ്രാർത്ഥനയിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളുടെ അടിസ്ഥാനം ക്രിസ്തുവിലുള്ള ശക്തമായ വിശ്വാസം തന്നെയാകണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം എല്ലാം കേട്ടു മറന്നിട്ടുള്ള ഒരു വാക്യമുണ്ട്. നമുക്ക് ഒരു സഹായം ലഭിച്ചാൽ അത് പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിക്കുക. എന്നാൽ നാം ഒരു സഹായം ചെയ്താൽ അത് മുറിക്കകത്തു നിന്ന് പോലും പറയാതിരിക്കുക. ഈ ഒരു മനസ്ഥിതിയോടെയാണ് യേശു കുഷ്ഠരോഗിക്ക് നിർദ്ദേശം നൽകുന്നത്. എന്നാൽ തനിക്ക് ലഭിച്ച വലിയ കൃപയെപ്പറ്റി പറയാതിരിക്കാൻ അവനാകുന്നില്ല. നമുക്ക് ലഭിക്കുന്ന കൃപകളെ നാം മറ്റുള്ളവരോട് പറയാൻ താല്പര്യമുള്ളവർ ആയിരിക്കണം. അപ്രകാരം ദൈവമഹത്വം വർദ്ധിപ്പിക്കാൻ നമുക്ക് ലഭിക്കുന്ന ചെറുതും വലുതുമായ അവസരങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുവാനും നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നന്മ പറയുമ്പോൾ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ ഈശോയോട് നന്ദി പറയുവാനും നാം തൽപരരാകുമ്പോൾ ക്രിസ്തു ചൈതന്യം നമ്മുടെ ജീവിത വഴികളിലും പ്രതിഫലിക്കും. അപ്രകാരം ക്രിസ്തു ചൈതന്യമുള്ള ജീവിതം നയിക്കാൻ നല്ല ദൈവം ഇന്നേ ദിനം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കട്ടെ.